എറണാകുളം ആർടിഒക്ക് കീഴിൽ കാക്കനാട് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കുവാൻ സാധിച്ചില്ല. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സാരഥി സൈറ്റ് പണിമുടക്കിയതിനെ തുടർന്നാണ് ഇന്ന് തുടങ്ങേണ്ടിയിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആരംഭിക്കാൻ സാധിക്കാതിരുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഇന്നലെയാണ് മന്ത്രിതലത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന് ഒത്തുതീർപ്പായത്. ലിസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്കിവിടെ ചേർക്കാൻ പറ്റുള്ളൂ. ആ ചേർക്കണമെങ്കിൽ 11:30-ക്ക് ശേഷം മാത്രമേ ലിസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് സ്ലോട്ട് കിട്ടിയവരുടെ ചേർക്കണം. അതാണ് ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം. അല്ല, ടെസ്റ്റ് നടക്കാനുള്ള പ്രശ്നം കൊണ്ടല്ല, ഈ പറയുന്ന ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ചേർക്കാൻ. നിലവിൽ ഇന്നലെ സർക്കുലറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശങ്ക വല്ലതും ഉണ്ട്? ഇല്ല, ആശങ്കയില്ല. അത് ഡയറക്ഷനായി വന്നിട്ടുണ്ട്. ആ ഡയറക്ഷൻ എന്ന് വെച്ചാൽ വെർബൽ ഡയറക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്, നടപ്പിലാക്കണമെന്നുള്ളത്. ആ നടപ്പിലാക്കുന്നതിനനുസരിച്ച് ഇന്നലെ എടുത്ത മിനിറ്റ്സിന്റെ തീരുമാനങ്ങൾ നമ്മൾ നടപ്പിലാക്കും. തകരാറ് ശ്രദ്ധപ്പെടുന്നു എങ്ങനെയാണ്? അല്ല, ഇന്നലെ വൈകിട്ട് തൊട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ശേഷം സൈറ്റ് ഇല്ല, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കും. പിന്നെ ലാസ്റ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വരുന്നില്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് 30 പേരുടെയും കൂടെ വെക്കണം. അതിനുശേഷം അതിൽ നിന്നും ഉള്ളവരെ എടുത്ത് ചേർക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് ലിസ്റ്റ് എടുക്കുന്നത്. നേരത്തെ ആയിരുന്നെങ്കിൽ നേരത്തെ എടുത്തു വെക്കുന്നതായിരുന്നു. ഈ പ്രോഗ്രാമിൻ്റെ പ്രോബ്ലം കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മെയിൻ്റെനൻസ് വരികയാണെങ്കിൽ അതുകൊണ്ട് എടുത്തു വെക്കുന്നതായിരുന്നു. പക്ഷേ ഈ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് എടുക്കാവുന്ന കാര്യം. അപ്പോൾ 11:30-ക്ക് തുടങ്ങാൻ പറ്റും. 11:30-ക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 11:30-ക്ക് വരികയാണെങ്കിൽ ഇന്ന് ടെസ്റ്റ് നടത്തും. കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ചേംബറിൽ കൂടിയ തീരുമാനങ്ങൾ സത്യത്തിൽ ഈ മേഖലയിൽ നേരത്തെ ഉണ്ടായ 4/2024 പിൻവലിക്കാതെ തന്നെ കുറച്ച് ഭേദഗതികളാണ് വരുത്തിയിരിക്കുന്നത്. ഡേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും, MITയുടെ കാര്യങ്ങളാണെങ്കിലും ഇത് സംബന്ധിച്ച് കുറച്ച് ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഇന്നലെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ഡ്രൈവ് സ്കൂൾ മേഖലയിൽ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള 2 കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതൊന്ന്, എല്ലാ ദിവസവും ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ പഠിപ്പിച്ച കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ ഇൻസ്ട്രക്ടർമാർ നിർബന്ധമായിട്ടും ആ കൂട്ടത്തിൽ ഉള്ളതാണ്. രണ്ടാമതൊരു കാര്യം, വാഹനങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ പഠിപ്പിച്ച് കൊണ്ടുവരുന്ന കുട്ടികൾക്ക് സർക്കാർ പ്രൊവൈഡ് ചെയ്യും വാഹനങ്ങൾ എന്നാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് തൽക്കാലം യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഇന്നലെ നമ്മുടെ ജനറൽ സെക്രട്ടറി കൃത്യമായി ഇന്നലെ അത് പത്രമാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ബഹുമാനപ്പെട്ട ദിൽഷാദ് സിംഗ് ഇരിക്കുന്ന സമയത്താണ് ഈ ഇൻസ്ട്രക്ടർ നിർബന്ധമായിട്ടും ഗ്രൗണ്ടിലും പഠിപ്പിക്കുന്ന ഭാഗത്തും വേണോ എന്നും പറഞ്ഞൊരു സർക്കുലർ ഇറക്കിയത്. അന്ന് ഒരുപാട് സമര പോരാട്ടങ്ങളിലൂടെയാണ് നമുക്ക് ആ സർക്കുലർ പിൻവലിച്ചത്. അതുവഴിയാണ് നമ്മുടെ ഈ ടെസ്റ്റുകൾ ഈ സമയം വരെ നടന്നത് വെച്ച്. ഒരിക്കലും ആക്റ്റിൽ അങ്ങനെ നിർബന്ധമായിട്ടും ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഒരു ഇൻസ്ട്രക്ടർ വന്നുകൊണ്ട് നേരിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നും ആക്റ്റിൽ പ്രത്യേകിച്ചൊന്നും പ്രതിപാദിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങളും ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ പണിയെടുക്കുന്നവരെ വളരെയേറെ വേദനിപ്പിക്കുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും ഈ മേഖലയിലുള്ള ജനങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ആ ഒരു ചിന്തകളിലൂടെ ഉണ്ടായതാണ് എന്നാണ് നമുക്കിതിനെ കാണാൻ കഴിയുക.